ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നും പതിവ് തെറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഡേ ആയിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് പ്രസൻറ്റേഷൻ ഡേ തന്നെയായിരുന്നു. എല്ലാവരോടും മിസ്സ് പിന്നെയും ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരികളും ഉണ്ട്. എല്ലാവരും ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി തന്നെയാണ് വന്നത്. ഇതാണ് നമ്മുടെ ആദ്യം കാണുന്നത് ആർദ്ര മിസ്സാണ്. ആർദ്ര മിസ് ഒരു ലയൻ്റെയും മൗസിൻ്റെയും ഒരു കഥയാണ് നമുക്ക് പറഞ്ഞു തന്നത്. വളരെ മനോഹരമായിട്ടൊരു ചിത്രമൊക്കെ വരച്ചിട്ട് കുട്ടികളിലേക്ക് എത്രത്തോളം ആഴത്തിൽ ഇത് മനസ്സിലാക്കി കൊടുക്കാം, എങ്ങനെ ഒരു സ്റ്റോറി നമുക്ക് കുട്ടിക്ക് കൺവേ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ മിസ്സ് അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നത് ജിൻസിയാണ്. ജിൻസി മിസ്സാണ്. സെയിം ഒരു റാബിറ്റിൻ്റെ കഥയാണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും തന്നെ ആ കഥയുടെ ഉള്ളടക്കം വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഒരു വളരെയധികം മികച്ച രീതിയിൽ പിക്ചറൈസേഷനൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് വരച്ച് നമുക്കത് പടങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്നത് കൃഷ്ണ മിസ്സാണ്. ഒരു ഗ്രാസ് ഹോപ്പറുടെയും അതുപോലെ തന്നെ ആൻറ്റിൻ്റെയും കഥയാണ് കൃഷ്ണ മിസ്സ് പറഞ്ഞത്. നല്ല വളരെ മികച്ച രീതിയിൽ തന്നെ ഓരോരുത്തരെയും എടുത്തെടുത്ത് പറഞ്ഞ് കഥ പറയിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം പഠിച്ചു പോവാനും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അൽഫീന മിസ്സാണ്. ഒരു ഫോക്സിൻ്റെയും റാബിറ്റിൻ്റെയും കഥയായിരുന്നു പ്രസൻറ്റ് ചെയ്യാനായിട്ട് വന്നത്. ആൾ വളരെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ മനോഹരമായിട്ട് തന്നെ ആ സ്റ്റോറി പറഞ്ഞു തീർക്കുകയാണ് ഉണ്ടായത്. കാര്യം എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് പുള്ളിക്കാർക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. സെയിം ഇത് മഞ്ജു മിസ്സാണ്. എന്താ പറയുക, ഇത്രയും നാളത്തെ ഒരു പ്രസൻറ്റേഷനിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയത്. കാരണം ആൾ ഇത്ര നന്നായി ഇതൊക്കെ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കാര്യം അത്രയും മനോഹരമായ രീതിയിലാണ് മഞ്ജു മിസ് അത് പ്രസൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് വന്നത് പ്രിൻസി മിസ്സായിരുന്നു. ഒരു ഗേളിൻ്റെ കഥയായിരുന്നു മിസ് എടുത്തത്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ അവസാനം വരെ ആ കഥയുടെ ഭംഗി പോകാതെ പറയുകയുണ്ടായി. ഇത് വന്നിട്ട് നിവേദിത മിസ്സാണ്. വളരെ നന്നായിട്ട് തന്നെ മിസ് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ടെൻഷനൊക്കെ അത്യാവശ്യം കുറഞ്ഞ് മുമ്പത്തേന്ന് വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികളെ ഇങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ള ആ ഒരു തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കഥ പ്രസൻറ്റ് ചെയ്തത്. ഇത് വന്ദന മിസ്സാണ്. ഇത് കുറുക്കൻ്റെയും മുന്തിരിയുടെയും ഒരു കഥയായിരുന്നു. വളരെ നല്ല